പാപ്പാന്മാർ ഒരുക്കിയ ഒരു തമാശക്കളി സീരിയസ് ആയി മാറിയതും അടുത്ത കാലത്താണ്. സത്യം പറയാമല്ലോ, ഇവിടെയൊന്നും പാർത്ഥൻ കുറ്റക്കാരനല്ല. പാർത്ഥനെയും കൊണ്ട് പാപ്പാന്മാർ ആറ്റിങ്ങലിനടുത്തുള്ള ഒരു അമ്പലത്തിൽ എഴുന്നള്ളത്തിന് പോയതായിരുന്നു. പോകുന്ന വഴി ഒരു ജുവലറി ഉടമ പാപ്പാനോട് ആനവാൽ ചോദിച്ചു. ആനവാൽ പിഴുതെടുക്കുന്നത് മുടി പിഴുതെടുക്കുന്നത് പോലെ വേദനയുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും ചില്ലറ കിട്ടുവാൻ പല പാപ്പാന്മാരും ഈ പ്രവൃത്തി കാണിക്കാറുണ്ട്. പാപ്പാൻ 2 ആനവാൽ പിഴുത് ആവശ്യക്കാരിക്ക് നൽകി. സ്വന്തം ജുവലറിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന അവർ ആനയെ നോക്കി എന്തോ ഒരു ഫലിതം പറഞ്ഞു തീർന്നില്ല. പാർത്ഥൻ വലത്തെ കാൽ വെച്ച് ജുവലറിക്കുള്ളിലേക്ക് കടന്നു. കളി കാര്യമായി, തമാശ സീരിയസ് ആയി. പാർത്ഥനല്ലേ ആള്. ഇവൻ തുമ്പിക്കൈ നീട്ടി ആഭരണങ്ങളിൽ ഒന്നൊന്നായി തൊട്ടു. മഞ്ഞലോഹത്തിൻ്റെ വില പാർത്ഥൻ അറിയാമോ? ഇവൻ ചിലതിനെ ഊരിയെടുത്തു. എന്തായാലും തിന്നില്ല, അത് ഭാഗ്യമായി. ഒരുവിധം കുഴപ്പങ്ങളൊന്നും വരുത്താതെ പുറത്തിറങ്ങി. ആനവാൽ വാങ്ങിയ ജുവലറി ഉടമയ്ക്ക് മനവും തനുവും നിറഞ്ഞു. എന്താ പോരെ എന്നാണ് പാർത്ഥൻ ചോദിക്കുന്നത്. വരേണ്ടവർ വരുമ്പോൾ നന്നാകേണ്ടവർ നന്നാകും എന്ന പറച്ചിൽ പാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ശരിയാകുന്നത് പാപ്പാൻ പ്രദീപിൻ്റെ വരവോടുകൂടിയാണ്. അതുവരെ പാർത്ഥൻ്റെ നിലവിൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. മസ്തകം പൊങ്ങേണ്ടിടത്ത് കൊമ്പ് മാത്രം ഉയരും. അതൊരഭംഗിയായിരുന്നു. പ്രദീപിൻ്റെ വരവോടെ കാര്യങ്ങൾ ശരിയായി. ഇപ്പോൾ ഇവിടെ തെക്കൻ കേരളത്തിൽ ഉള്ള ആനകളുടെ കൂട്ടത്തിൽ ഏതൊരു ആനയുടെ കൂടെയും മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ, തലയുയർത്തി നിൽക്കാനുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇന്ന് ഉള്ളതുകൊണ്ടാണ് ഈ ആനയെ ഞാൻ ഒരു കാരണവശാലും കൊടുക്കാൻ ഉദ്ദേശിക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. ആനയെ ഞാൻ പണിക്ക് വിടത്തില്ല, ചികിത്സയെല്ലാം ഇവിടെ വീട്ടിൽ നിർത്തി തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇന്ന് വരെ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഞാൻ ആനയെ പണിക്ക് വിട്ടുള്ളത്. അതുകൊണ്ട് പണിക്കൊന്നും ഞാൻ ഇപ്പോൾ വിടത്തില്ല. ആന ഇപ്പം തന്നെ നീരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നീരിൻ്റെ ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് മിക്കവാറും പൂർണ്ണ നീരിലെത്തും. നമുക്ക് മറ്റുള്ള രീതിയിൽ ഇപ്പം നമുക്ക് ആന വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞോ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ആഹാരം വേണമെങ്കിൽ മുമ്പിൽ തീറ്റയില്ലെങ്കിൽ വിളിച്ചു മേടിച്ചോളും. ആർക്കും അങ്ങനെ ആനയ്ക്ക് തീറ്റ കൊടുക്കാതെ എങ്ങും പോകാൻ പറ്റത്തില്ല. അത് ചോദിച്ചു മേടിച്ചോളും. അത് ഈ പരിസരവാസികൾക്കെല്ലാം അറിയാം. അത് പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓല തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒടിച്ച് മാറ്റി 2 സൈഡിലോട്ടങ്ങ് വെച്ച് അയാൾക്ക് ആ നല്ല രീതിയിൽ ആഹാരം കൊടുത്തല്ലാതെ അയാൾ ഒതുങ്ങത്തില്ല. പാർത്ഥൻ നീരിലേക്ക് സാവധാനം പ്രവേശിക്കുകയാണ്. കർക്കിടക ചികിത്സ കഴിയുമ്പോൾ അത് പൂർണ്ണമാകും. പിന്നെ ചിങ്ങം മുതൽ വൃശ്ചികം വരെ വിശ്രമകാലം. നീരിലും ഇവൻ ശാന്തനാണ്. എന്നാലും പുറത്തൊന്നും കൊണ്ടുപോകാറില്ല. മയ്യനാട് ശാസ്താവിൻ്റെ മാനസപുത്രനാണ് പാർത്ഥൻ. പാർത്ഥൻ കഴിഞ്ഞേ ശാസ്താവിന് മറ്റൊരാനയുള്ളൂ. ശാന്തനായ പാർത്ഥനെ തിരക്കി ഇപ്പോൾ കരിക്കത്തഴിയം തറവാട്ടിലേക്ക് ധാരാളം ഉത്സവ കമ്മിറ്റിക്കാരെത്താറുണ്ട്. തിരുവാഭരണം അണിയിക്കുന്ന ചടങ്ങിൽ പാർത്ഥനെ നിർത്തുവാൻ പല കമ്മിറ്റിക്കാർക്കും 100% വിശ്വാസമാണ്. കാരണം തിരുവാഭരണം അണിഞ്ഞു നിൽക്കുന്ന ആനയ്ക്കരികിൽ ധാരാളം ഭക്തർ കൂടും. ഇവനെപ്പോലുള്ളവർക്കല്ലേ ശാന്തമായി അവരെയെല്ലാം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതെ, അതാണ് പാർത്ഥൻ. ഇവൻ്റെ മികച്ച ദിനങ്ങൾ വരുന്നതേയുള്ളൂ. കാലം ചിലതെല്ലാം അതിൻ്റെ നിഗൂഢമായ അറകളിൽ സൂക്ഷിച്ചു വയ്ക്കും, അവസരങ്ങൾ വരുമ്പോൾ പുറത്തെടുക്കുവാൻ. അങ്ങനെ കാത്തുവച്ചിരുന്നതാണ് ഈ പാർത്ഥൻ. E4 എലിഫന്റ് പാർത്ഥന് എല്ലാ മംഗളങ്ങളും നേരുന്നു.